എനിക്ക് എത്രയോ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന സൗഹൃദം ശശിയും ശശിയുടെ കുടുംബവുമായി എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഇതിന് എന്ത് വില കൊടുത്തിട്ട് ഞാനിവിടെ വരണമെന്ന് കരുതിയത്. സമർപ്പണബോധമുള്ള ആരോഗ്യ പ്രവർത്തകനാണ് ശശി. ശശിയുടെ ഏറ്റവും നല്ല പ്രവർത്തനം ഞങ്ങൾ നടത്തിയത് വടകരയിലാണ്. വടകരയിലെ സഖാവ് ഭാസ്കരൻ മാഷുടെ ചെയർമാനായിക്കൊണ്ട് ഞങ്ങളൊരു ധന്വന്തരി ഡയാലിസിസ് നിധി എന്ന് പറയുന്നൊരു പ്രൊജക്റ്റ് അവിടെ നടപ്പാക്കിയിരുന്നു. സഖാവ് ഭാസ്കരൻ മാഷും ഡയറക്ടർ ശ്രീകരനും രഞ്ജിത്തും സഹപ്രവർത്തകരായ നിത്യാനന്ദും നാസറും തുടങ്ങി നിരവധി പേർ, സമൂഹത്തിൽ എല്ലാവരും, എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും പൊതുസമൂഹവും ഒരുപക്ഷെ രാജ്യത്തെ ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനം നടത്തിയത് അങ്ങനെയായിരുന്നു. പൊതുജനങ്ങളുടെ സഹകരണത്തോടുകൂടെ മികച്ച പ്രവർത്തനം നടത്തുക എന്നുള്ള അടിസ്ഥാനപരമായ ഒരു പ്രൊജക്റ്റാണ് അവിടെ നടത്തിയത്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഓഫീസ് ഭരണാധികാരികൾ നിത്യാനന്ദും ശശിയും അടങ്ങിയിരിക്കുന്ന ഒരു ടീമായിരുന്നു. എന്ന രീതിയിൽ എനിക്ക് ഇവിടെ സംസാരിക്കാൻ കിട്ടിയ ഏറ്റവും അവസാനത്തെ അവസരം എന്ന നിലയിൽ രണ്ടു വാക്കുകൾ. ഞാൻ ആരോഗ്യവകുപ്പിൽ എത്തിപ്പെടുമെന്ന് വിചാരിച്ച് വന്നയാളല്ല. കാരണം ഇവിടെ ജോലി ചെയ്യുന്ന ഒട്ടുമിക്ക ആളുകളും തൊഴിൽ പഠിച്ച് തൊഴിൽ തേടിയെത്തിയ ആളുകളാണെങ്കിൽ മിനിസ്റ്റീരിയൽ എന്ന് പറയുന്ന ക്ലർക്കുമാരെ സർവീസിൽ പ്രവേശിക്കുന്ന ആരും ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അവർ ചെയ്യേണ്ട ജോലി എന്താണെന്ന് അറിയാതെ ജോലിയിൽ എത്തുന്ന ആളുകളാണ്. ഞാൻ പഠിച്ചത് ചരിത്രമാണ്. ചരിത്രത്തിൽ എനിക്ക് ബിരുദാനന്തര ബിരുദമുണ്ട്. എനിക്ക് മെസൊപ്പൊട്ടേമിയയുടെ സംസ്കാരവും ഫ്രഞ്ച് വിപ്ലവവും റഷ്യൻ വിപ്ലവവും ചൈനീസ് വിപ്ലവവും എനിക്കറിയാം. കുറെ കാലം ഞാനത് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ആദ്യമായി LD ക്ലർക്കിന്റെ പരീക്ഷ ജോലി കിട്ടി. പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കൂത്താളി എന്ന സ്ഥലത്ത് തന്നെ നിയമിച്ചു. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയുടെ ഉള്ളിൽ കിഴക്കൻ പേരാമ്പ്രയിലെ താമ്പാറപ്പാറ എന്ന സ്ഥലത്താണ് ഈ പ്രൈമറി ഹെൽത്ത് സെന്റർ സ്ഥിതി ചെയ്യുന്നത്. ഞാൻ ഒരു ഡിസംബറിലെ തണുത്ത പ്രഭാതത്തിൽ 1997 ഡിസംബർ മാസം 11-ാം തീയതി രാവിലെ അവിടത്തേക്ക് യാത്ര പുറപ്പെട്ടു. പേരാമ്പ്ര എത്തിയപ്പോഴാണ് അറിയുന്നത് അവിടത്തേക്ക് ബസ് സർവീസ് ഇല്ല. ജീപ്പിലാണ് പോകേണ്ടത്. ഈ ജീപ്പിലാണെങ്കിൽ ഒരു ജീപ്പിൽ പിന്നെ മുന്നിലത്തെ സീറ്റിൽ ഡ്രൈവറിൻ്റെ ഇപ്പുറം 4 ആള്, ബേക്കിൽ 8 ആള്, ഡ്രൈവറുടെ വലത്ത് ഭാഗത്ത് ഒരാൾ, ഇങ്ങനെ പുറത്ത് ഒരാൾ, ബേക്കിൽ 4 ആളുകൾ കൂടി കയറിയല്ലാതെ ഈ വാഹനം മുന്നോട്ട് പോകും. അപ്പോൾ ആദ്യം കുറച്ചു നേരം ഈ വാഹനത്തിൻ്റെ ആളുകൾ എനിക്ക് പോകണേ 1 മണിക്കൂർ കഴിയും. എന്നാൽ പിന്നെ തൂങ്ങി നിന്നുകൊണ്ട് ഞാൻ ഈ വാഹനത്തിന് പോകാം. എനിക്ക് എവിടെയാണ് BSc കൂത്താളി ജീപ്പ് ഇറങ്ങി 1.5 കിലോമീറ്റർ നടക്കണമെന്ന് ആരോ പറഞ്ഞു. തൊട്ടടുത്ത് തൂങ്ങി നിൽക്കുന്ന ആളോട് ഞാൻ ചോദിച്ചു BSc കൂത്താളി എവിടെ, എൻ്റെ കൂടെ വന്നാൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ അവിടെ ഇറങ്ങി അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് അദ്ദേഹം ചോദിച്ചു, ശശികുമാർ എന്നല്ലേ പേര്? അതെ. ഞാൻ അവിടുത്തെ മെഡിക്കൽ ഓഫീസറാണ്. ഇപ്പോൾ ഡോക്ടർ K മോഹൻദാസ് എന്ന് പറയുന്ന പിന്നെ WHCയിൽ പീഡിയാട്രിഷ്യൻ ജോലി ചെയ്യുന്ന മോഹൻദാസ് സാറാണ് അവിടുത്തെ മെഡിക്കൽ ഓഫീസർ. അദ്ദേഹത്തോടൊപ്പം 1.5 കിലോമീറ്റർ ഞാനും ഡോക്ടറും നടന്നാണ്. ഇന്ന് ഡോക്ടർ കാറും കൊണ്ടൊന്നും BScയിൽ വരുന്നതാണ്. ഇന്ന് ഡോക്ടർ ശമ്പളം 7000 ചില ഉറുപ്പിയാണ് ഡോക്ടർ ശമ്പളം. ഞാൻ ജോലി ചെയ്യുന്ന എൻ്റെ ശമ്പളം 2700 ഉറുപ്പിയാണ് LD ക്ലർക്കിൽ. ഞാൻ LIC ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജോലിയല്ല, ഏജന്റ് ജോലി ചെയ്തിരിക്കുകയാണ്. പലപ്പോഴും അധ്യാപകനായി ജോലി ചെയ്ത് എനിക്ക് മാസം ഒരു 20,000 രൂപ വരുമാനമുണ്ടായിരുന്നു. 2700 രൂപ പണി കിട്ടുന്ന LD ക്ലർക്കിന്റെ പണിക്ക് പോയത്. പക്ഷെ അതൊരു സുരക്ഷിതമായ സർക്കാർ ജോലി നൽകും. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ, പാർട്ട് 3 പെൻഷൻ കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് അത് ഇന്നും കിട്ടും. പക്ഷെ 2013 ഏപ്രിൽ മാസം 1-ാം തീയതിക്ക് ശേഷം സേവനത്തിലെത്തിയ ആളുകളുടെ പെൻഷൻ ഡിഫൈൻഡ് അല്ല. എത്ര കിട്ടുമെന്ന് അവർക്കും അറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സർക്കാർ സർവീസിന്റെ ആകർഷക എന്നുള്ളത് പെൻഷനാണ്. അടങ്ങി വീട്ടിലിരുന്നാലും ജീവിക്കാനുള്ള പണം കിട്ടും. ആരും തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും ജീവിക്കാനുള്ള തുക കിട്ടും. അതായിരുന്നു സർക്കാർ സർവീസിലേക്കുള്ള എന്റേതല്ല, അന്നുള്ള അഭ്യസ്തരായ എല്ലാ ആളുകളുടെയും ലക്ഷ്യം. ജനറലായിട്ട് നമ്മൾ പരീക്ഷ എഴുതുന്നു, എത്തുന്നു. ഈ ഉപഹാരം ഞങ്ങൾക്ക് MSc പഠിക്കുന്നു. രണ്ടാമത്തെ മകൾ അർച്ചന SSLC കഴിഞ്ഞു. നമ്മുടെ